നാടൻ ഭക്ഷണം നമുക്കെല്ലാവർക്കും വലിയ ഇഷ്ടമല്ലേ. നമ്മൾ പുറത്തൊക്കെ യാത്ര പോയാലും നാടൻ ഊണ് എന്നൊക്കെ കണ്ടാൽ നമ്മൾ കയറി കഴിക്കാറില്ലേ. ഇന്ന് ഞാൻ ദേ നാടൻ രീതിയിലെ ഒരു തോരനാണ് കേട്ടോ. നമ്മുടെ പറമ്പിൽ നിന്ന് എടുക്കുന്ന സാധനം ചിലപ്പോൾ ഇത് ഞാൻ ഈ തയ്യാറാക്കിയ തോരൻ എന്തുകൊണ്ടെന്നറിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾ കളയുന്നതായിരിക്കും. ഞാൻ കളയാതെ ചെയ്തതാണ്. ഇതായത് വാഴക്കൊമ്പിൻ്റെയാണ്. വാഴക്കൊമ്പ് എടുക്കുമ്പോൾ മിക്കവാറും ഉള്ളവർ അതിൻ്റെ പുറം പോള ഇതുപോലെ ഉരിച്ച് കളയാറുണ്ട്. ഞാൻ ഈ പുറം പോള കളയാറില്ല. അതിനകത്തുനിന്നുള്ള വാഴപ്പൂവും കളയാറില്ല. ഞാൻ ഇപ്പോൾ ഒരു വാഴക്കൊമ്പെടുത്താൽ എനിക്ക് മൊത്തവും വേണ്ടി വരില്ല. കാരണം കുറച്ച് അംഗങ്ങളേ ഉള്ളൂ, 3 അംഗങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് തോരൻ്റെ ആവശ്യമേ വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇത് കുറച്ച് അരിഞ്ഞെടുത്തിട്ട് ബാക്കി വെച്ചിരുന്നാൽ അതിനേക്കാൾ നല്ലതാണ് നമുക്കിതുപോലെ ആവശ്യമുള്ള പോള ഉരിച്ചെടുത്തിട്ട് ബാക്കി നന്നായിട്ട് പൊതിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കാൻ. നമുക്ക് പിറ്റേന്നൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യത്തിന് പൂവോടുകൂടി തന്നെ കുറച്ച് പോളയെ ഞാൻ ഉരിച്ചെടുത്തോളൂ. എന്നിട്ട് അതിൻ്റെ പൂവ് ഞാൻ സെപ്പറേറ്റ് മാറ്റി അത് വേറൊരു ഐറ്റം ഉണ്ടാക്കാനായിട്ട്. അതിൻ്റെ പുറം പോള ബ്രൗൺ കളറിലുള്ള പോള കുറേ പേര് ഇത് ഉരിച്ച് കളയാറാണ് പതിവ്, ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊരു ചെറിയ കയ്പ്പ് രസമുണ്ട്, അതുകൊണ്ട് അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് കളയും. ഞാനത് കളഞ്ഞില്ല. അതാണ് ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് അരിഞ്ഞിട്ട. സവാളയെക്കാളും ഈ വാഴയുടെ ഈ കൂമ്പിൻ്റെ പോള തോരൻ വയ്ക്കുമ്പോൾ ചെറിയ ഉള്ളിയാണ് നല്ലത് കേട്ടോ. അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് ചൂടാക്കാം. ചീനിച്ചട്ടി ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരല്പം ഉലുവ ഇടുക, എന്നിട്ട് കടുക് ഇടുക. ഉലുവയും കൂടെ മൂത്ത് വരുമ്പോൾ ഇതിനൊരു സ്പെഷ്യൽ മണമാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് മുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കണം. അത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴക്കൊമ്പിൻ്റെ പോളയുണ്ടല്ലോ, ആ പോള നമുക്ക് ഇതുപോലെ ഉള്ളി കൊണ്ട് അരിഞ്ഞത് അതിലേക്ക് തട്ടിയിട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് വെച്ച് ഇതിനൊക്കെ ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം. പ്രത്യേകിച്ച് ഓർക്കേണ്ടത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. നമ്മളിതിൽ അല്പം പോലും വെള്ളം ചേർക്കുന്നില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ആവിയിലൊന്ന് നന്നായിട്ട് വെന്ത് വരണം. അതിന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് അടച്ച് വേവുന്ന സമയത്തേക്ക് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയാക്കിയതിട്ട് മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ഇടുക. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. അങ്ങനെയാണ്. ഇതിൽ ജീരകമോ വെളുത്തുള്ളിയോ ചേർക്കണ്ട. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മളൊന്ന് ചതച്ചെടുക്കുക. നന്നായിട്ട് അരയണ്ട, ചതച്ചെടുത്താൽ മതി. അപ്പോഴേക്കും ലോ ഫ്ലെയിമിലിരുന്ന് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ഈ വാഴക്കൊമ്പിൻ്റെ പോള റെഡി ആയിട്ടുണ്ടാവും, നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആവും. അപ്പോഴേക്കും നമുക്ക് ഈ അരപ്പ് അതിലേക്ക് തട്ടി കൊടുത്തിട്ട് 1 സ്പൂൺ വെള്ളം, ആ അരപ്പ് കംപ്ലീറ്റ് മിക്സിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം 1 സ്പൂൺ വെള്ളത്തിൽ കൂടുതൽ ഒട്ടും വേണ്ട. അത്ര വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ട് അരപ്പ് വെന്ത് പച്ചമണം മാറി കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്കതിനെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടച്ചു വയ്ക്കണം. അതിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ചേർക്കേണ്ടത് ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്ത് ഇത് വേവിച്ചെടുത്താൽ നമ്മൾ കണവ തോരൻ ചെയ്തെടുക്കുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ട് നമുക്കിതിനെ തയ്യാറാക്കാം. എന്നിട്ട് അരപ്പ് വേവ് അടച്ച് വെച്ച് വെന്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്താൽ മാത്രം മതി. അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ തോരൻ റെഡിയായി. എനിക്കൊരു ലേശം ഉപ്പക്കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് പാകത്തിനായി എൻ്റെ തോരൻ റെഡിയായി കഴിഞ്ഞു. ഈ വാഴക്കൊമ്പ് കിട്ടിയാൽ അതിൻ്റെ പുറംപോള ഒന്നും ഉരിച്ച് കളയാതെ ഇതേ രീതിയിൽ ആ വാഴക്കൊമ്പിൻ്റെ പോള കൊണ്ടൊരു തോരൻ ഉണ്ടാക്കി എന്ത് ടേസ്റ്റി ആയിട്ട് ചോറ് കഴിക്കാൻ പോകുന്നു. ഇനി ഞാൻ എടുത്ത് മാറ്റി വെച്ച പൂവില്ലേ, ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതിലേക്കൊരു സവാള കൂടെയാണ് ഞാൻ അരിഞ്ഞിട്ടത്. പിന്നെ അതിലേക്ക് നമുക്ക് എരിവിലേക്ക് ആവശ്യമായ പച്ചമുളകും ചേർത്തിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കണം. അത് ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കുറച്ച് കടുകും കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുത്തു. ഇത് മെഴുക്കുവരട്ടി തയ്യാറാക്കുമ്പോൾ ഉലുവ ഇടണ്ട. എന്നിട്ട് ഞാൻ അരിഞ്ഞു വെച്ച വാഴപ്പൂവും ഉള്ളിയും കൂടെ അതിൽ ചേർത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതും ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. അതും ഒരു 5 മിനിറ്റോളം വേണ്ടി വരും വെന്ത് കിട്ടാനായിട്ട്. നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്കൊരല്പം തിരുവിയ തേങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ നാടൻ കുമിള് കിട്ടാറുണ്ട്. ആ കുമിളെടുത്തിട്ട്, അതായത് കൂൺ, അതെടുത്ത് നമ്മൾ മെഴുക്ക് പുരട്ടി വെച്ച് ഇതേ ടേസ്റ്റിലായിരിക്കും. അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ വാഴപ്പൂവും
മെഴുക്കുപുരട്ടി തയ്യാറാക്കിയെടുക്കുക. ഇനി നിങ്ങൾ കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നാടൻ രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണേ.